തെളിവുണ്ട്. അവിടുത്തെ ടെററിസ്റ്റുകളാണ്, പാക് ടെററിസ്റ്റുകളാണ്, അവരാണ് വന്ന് ആക്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കറിയാം അവരുടെ ഏജന്റ് വഴി ഇന്ത്യയിലുള്ള ആളുകളെ കണ്ടെത്തി ചെയ്യിപ്പിച്ചതാണെങ്കിലും അഥവാ നേരിട്ട് ചെയ്തതാണെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാവും എന്നുള്ള ഭീതി പാകിസ്ഥാന് ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഹൈ അലർട്ട് ഇപ്പോൾ കൊടുക്കാനുള്ള സാഹചര്യം. അല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ അവർ ഈ അടി ലഭിച്ചതിലൂടെ ഒതുങ്ങുമെന്ന് കരുതിയല്ലോ. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റങ്ങൾ സജീവമാകുന്നു. ഇടയ്ക്ക് തന്നെ ഇന്റലിജൻസിന്റെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ജമ്മു കാശ്മീർ മേഖലയിലാണ് സ്ഫോടനം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ നടന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനാണ്. എന്തുകൊണ്ട് പാകിസ്ഥാന് പാഠം പഠിക്കാൻ കഴിയുന്നില്ല? പാകിസ്ഥാനിൽ നല്ല ഒരു ഇസ്ലാമിക തീവ്രവാദിയും പാഠം പഠിക്കില്ല. കാര്യം അവരിവിടെ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ജനിച്ചവരല്ല. അവർ സ്വർഗത്തിലെ ഹൂറികളെ അന്വേഷിച്ച് വന്നവരാണ്. എങ്ങനെയാണ് അവരിവിടെ ജനിച്ചുപോയി? അപ്പോൾ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എവിടെ എത്തണം? സ്വർഗത്തിലെത്തണം, ഹൂറികൾ അടുത്തെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭൂമിയിൽ നമുക്കൊക്കെ മറ്റുള്ള വിഭാഗക്കാർക്കൊക്കെ മതവിഭാഗങ്ങൾക്കൊക്കെ ഭൂമിയിൽ ജീവിക്കുക, അന്തസ്സായിട്ട് ജീവിക്കുക, സ്റ്റാറ്റസോടെ ജീവിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുക, എന്നിട്ട് നല്ല മരണം തരണേ എന്ന് പ്രാർത്ഥിച്ച് ഇരിക്കുന്നവരാണ് മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. പക്ഷേ ഇവരങ്ങനെയല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.